വന്ന സാധനം എന്താ അറിയോ? ഇത് മൈക്ക് സ്റ്റാൻഡ് അല്ല കേട്ടോ, ഇത് വെണ്ടയ്ക്കാണ്. ഇതാ ഏതാ സാധനം, വേറെ ലെവല് സാധനം, വേറെ ലെവല്. പാടിക്കുഴഞ്ഞ പോലെയൊക്കെ നന്നായിരുന്നു. അപ്പോൾ അതാ വെള്ളമൊക്കെ നേക്കാൻ തുടങ്ങിയിട്ടുണ്ട്. ഉഷാറാവട്ടെ എന്തായാലും. ഒരു കാര്യത്തിന് ഇപ്പം സമയം തികയുന്നില്ല, അതാണ് ഏറ്റവും വലിയ വിഷയം. എന്തൊക്കെ ചെയ്തിട്ട് സമയം തികയുന്നില്ല. അങ്ങനെ കുറേ പരിപാടിയുണ്ട്. ബാങ്കിൽ പോകണം, കളക്ഷൻ ഇടണം. ഇത് കുഞ്ഞി അവിടെ നിന്ന് കൊണ്ടുവന്ന ബാംഗ്ലൂർ പോയപ്പോൾ എടുത്ത് തന്നു കൂട്ടാം. നല്ല സ്മെല്ലുണ്ട്. അടിപൊളി കുളം പെർഫ്യൂം സ്പ്രേ. ഓക്കെ ബൈ. ഞാൻ എന്നാൽ പോട്ടെ. ഞാൻ ബാക്കി റൂട്ടിൽ നിന്നുള്ള വിശേഷങ്ങൾ എന്തെങ്കിലും അവിടെ നിന്നുണ്ടെങ്കിൽ ഷൂട്ട് ചെയ്ത് കാണിച്ചു തരാം. ഓക്കെ ബൈ. ബാങ്കിലാണ് കൊടുക്കുന്നത്, തിരക്കാം. സംഭവം കൊടുത്ത് സ്ലിപ്പ് കൊടുത്തിട്ടുണ്ട്. എനിക്ക് അങ്ങനത്തെ കുഴപ്പമില്ല. ഭയങ്കര ഒരു പ്രയോറിറ്റി ഉണ്ട്. നമ്മൾ ഡിസ്ട്രിബ്യൂട്ടർക്ക് പേയ്മെൻറ്റ് അടയ്ക്കുന്നതുകൊണ്ട് നമുക്കൊരു പ്രയോറിറ്റി ഉണ്ട്. അതുകൊണ്ട് സ്ലിപ്പ് കൊടുത്തിട്ട് പോകും. വേറെ ഒരു കൊറിയർ കൂടി വന്നിട്ടുണ്ടെന്നാണ് ഇപ്പോൾ കൊറിയർ സെന്ററിൽ നിന്ന് വിളിച്ചിട്ടുണ്ടായിരുന്നു, ബത്തേരി. അപ്പോൾ അതൊന്ന് പോയി നോക്കട്ടെ. ഇതിപ്പോൾ എവിടെ നിന്നൊക്കെ എത്ര കൊറിയറുകൾ വന്നാൽ എനിക്ക് മനസ്സിലാവുന്നില്ല. പോണ വഴിക്ക് ചന്ദ്രമുണ്ട്, ബത്തേരിന്ന് കുറച്ച് സാധനം മേടിക്കാണ്ടെന്നുണ്ട്. അപ്പോൾ അവനെയും കൂട്ടുന്നുണ്ട്. അവനും വരുന്നുണ്ട്. മഴയാണ്, കുഴപ്പമില്ല. കോട്ടൊക്കെ ഇട്ട് ഇറങ്ങിയിട്ടുണ്ട്. കുളിച്ചൊരുങ്ങി കുട്ടപ്പനായിട്ട് ഒരുത്തം വന്നിട്ടുണ്ട്. കൊറിയർ സെന്ററിൽ എത്തിയിട്ടുണ്ട്. കുറേ സാധനങ്ങൾ എന്തൊക്കെയോ വേറെ ഏതൊക്കെയോ കമ്പനികൾക്കുള്ളതൊക്കെ വന്നിട്ടുണ്ട്. ഏതാ സാധനം ചേട്ടാ? ഇതാണോ ഈ സാധനം? എന്താ ഇത്? മറ്റേ ബീൻ ബാഗല്ലേ? എന്റെ പൊന്നു ചങ്ങായി, വന്ന സാധനം എന്താ അറിയോ? ബീൻ ബാഗ്. ടീമിനെ ഞാൻ വിളിക്കുന്നുണ്ട്. ഒന്ന് ആലോചിച്ച്, ഞാൻ ഇവനെയും കൂട്ടിയല്ല വരുന്നെങ്കിൽ, ഇവൻ ബത്തേരിക്കില്ലായിരുന്നെങ്കിലോ കോമഡി ആയിട്ടോ. ഇത്രയും ആണോ വലിയൊരു ചാക്ക്, വലിയ ചാക്ക്. നീ അടുത്ത കേന്ദ്ര ആണോ? ഇത്രയുണ്ട്. ഞാൻ ഈ ബൈക്കിൽ ഇത് എങ്ങനെ വെച്ചോണ്ട് വന്നേനെ? എന്റെ പൊന്നെ. വിചാരിച്ചു ഇത് മറ്റേ ചാക്ക് വാട്ടർ പ്രൂഫ് അല്ല എന്തായാലും. ചാക്കിലൊന്നും ഒന്നും പറ്റില്ലല്ലോ. കുഴപ്പമില്ല. ഇത് കൊണ്ടവരാണ് കഥ. ടാസ്ക് ചന്ദ്ര പിടിക്കുന്നതാണ്. തലയിൽ വെച്ചിട്ട് ഹനുമാൻ മല വെക്കണ പോലെ. ഇതാ അയ്യോ കഥ. ബാഹുബലി. ചന്ദ്ര ഫുള്ള് സൂട്ടപ്പ് ചെയ്തിട്ടുണ്ട്. പാതി വഴിക്ക് ഇനി ഇറങ്ങൽ നടക്കൂല. അവന്റെ മുക്കാലുണ്ട് ബാഗ്. ഇത് ബടാ ബാഗ് കേട്ടോ, ഒന്നും പറയാനില്ല. എന്തായാലും താങ്ക് യു. ഏരിയെന്ന് വിട്ടു. ചന്ദ്രന്റെ അടുത്താണ് പാർസൽ ഇരിക്കുന്നത്. നല്ല സേഫ് ആയിട്ട് തന്നെ ഇരിപ്പുണ്ട്. പരുത്തവല വന്നവരുണ്ടല്ലോ, ഈ സൈഡിൽ സാധനം ഇരിപ്പുണ്ടതാ. വേറെ അല്ലാതെ ഒരു വഴിക്ക് പിടിക്കാനോ നിവൃത്തിയില്ല. അങ്ങനെ പാർസൽ വീട്ടിലെത്തിയിട്ടുണ്ട്. ചന്ദ്രൻ അടുത്തറ നേരെ വന്നിട്ട് ഞാൻ അൺബോക്സ് ചെയ്ത് കാണിച്ചാൽ വലിയ പാർസലാണ് ഉള്ള പരിപാടിയാണ്. അശ്വിനെ വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇതുവരെ എത്തിയിട്ടില്ല. 6:15 1/2 കിലോ ചായപ്പൊടിക്ക് 1/2 കിലോ പഞ്ചസാര ഫ്രീ. ഏതാ പഞ്ചസാര? ഏതാ പാക്കറ്റ്? അതോ അതാ അതിന് കൂടുതലുണ്ട്. ഏതാ മോനെ ഓഫർ? 1/2 കിലോ ചായപ്പൊടിക്ക് 1/2 കിലോ പഞ്ചസാര ഫ്രീ. എനിക്കുള്ള ഓഫർ. അവന്മാരൊക്കെ പ്രാന്ത. വർക്കൗട്ട് കഴിഞ്ഞ് പോകാൻ മഴ ചെയ്തു. എന്തൊക്കെയോ തേങ്ങ വിളിച്ച് പറയുന്നത്. അതെ. രാത്രിക്കത്തെ പരിപാടി എന്താ വെച്ചാല് ചിക്കൻ കറി വെക്കാൻ പോവാണ്. അപ്പോൾ അല്ലെന്നുണ്ടെങ്കിൽ രാത്രി കഴിക്കാൻ ഒരു കറിയുമില്ല. അപ്പോൾ ചോറുണ്ട്, ഇന്നലത്തെ പൊറോട്ടയുണ്ട്. പൊറോട്ട ചൂടാക്കണം. റെഡിമെയ്ഡ് പൊറോട്ടയാണ്, ഇവിടെ അടിച്ചു വെച്ചല്ല. അപ്പോൾ അത് റെഡിയാക്കണം. പിന്നെ എന്നിട്ടാണ് ഫുഡ് കഴിക്കാൻ. സമയം ഒരുപാട് ലേറ്റ് ആയി. വന്നപ്പോൾ 9:45. ഇനിയിപ്പോൾ ഇത് വെച്ച് കഴിച്ചിട്ട് വേണം കിടക്കാൻ വേണ്ടിയിട്ട്. കഴിക്കാൻ മാത്രം പോരാ, എഡിറ്റ് ചെയ്യണം. അത് കഴിഞ്ഞിട്ട് വേണം കിടക്കാൻ. അപ്പോൾ ഇനിയിപ്പോൾ അതിൻ്റെ ജഗിലാണ്. ഓരോ സാധനങ്ങൾ റെഡിയായിക്കൊണ്ടിരിക്കുന്നു. വിഷ്ണു അവിടെ വെളുത്തുള്ളി നന്നാക്കി വെച്ചിട്ടുണ്ട്. ഇനിയിപ്പോൾ തക്കാളി അരിയണം, ഉള്ളി അരിയണം, ചിക്കൻ കറി വെക്കണം. നോക്കട്ടെ.
പിന്നെ അതേപോലെ രാവിലെ അലക്കാൻ നേരമില്ല, അപ്പം അതുകൊണ്ട് വാഷിംഗ് മെഷീനിൽ തുണി എടുത്തിട്ടുണ്ട്. ഇതിൻ്റെ ഇടയ്ക്ക് അത് ഉണക്കി അലക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ അത് എടുത്തിടാൻ പോകണം, കുക്ക് ചെയ്യണം. അങ്ങനെ കുറേ കലാപരിപാടികളുണ്ട്. നോക്കട്ടെ, അപ്പോൾ വീഡിയോ ഇടയ്ക്കിടയ്ക്ക് എടുക്കാം, നോക്കട്ടെ. ഓക്കെ, വീഡിയോ എടുക്കാമെന്ന് വെച്ചിട്ട് വലിയ ട്രൈപ്പോഡൊക്കെ എടുത്ത് വെച്ചിട്ടുണ്ട്. നോക്കട്ടെ, എടുക്കാം. നല്ല വീഡിയോ കിട്ടുമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ പരിപാടികൾ തുടങ്ങട്ടെ. കുക്കിംഗ് വീഡിയോ തകൃതിയായിട്ട് നടക്കട്ടോ. ഇത് മൈക്ക് സ്റ്റാൻഡ് അല്ല കേട്ടോ, ഇത് വെണ്ടയ്ക്കാണ്. ഇതാ അല്ലോ, ഒരു വെണ്ടയ്ക്ക കിട്ടിയപ്പോൾ ഈ മൈക്ക് എവിടെയെങ്കിലും ഹോൾഡ് ചെയ്യാന്ന് വെച്ചപ്പോൾ അങ്ങനെ കേട്ടോ. കുക്കിംഗ് വീഡിയോ തകൃതിയായിട്ട് നടക്കും. ഇതാ ഉള്ളി വഴറ്റിക്കൊണ്ടിരിക്കുന്നു. ഗ്രാൻഡായിട്ടുള്ള കുക്കിംഗ് ഒന്നും അല്ല കേട്ടോ, നമ്മുടേതായിട്ടുള്ള എളുപ്പമായിട്ടുള്ള രീതിയിൽ എങ്ങനെ വെക്കാന്നുള്ള. ഇപ്പോൾ വിശപ്പ് മാറ്റുക എന്നുള്ള കേസ് മാത്രമേ ഉള്ളൂ. ചിന്തിക്കുന്ന ഒരേ ഒരു കാര്യം അതാ, വിശപ്പ് എങ്ങനെ മാറ്റാം, അത് മാത്രമേ ഇപ്പോൾ ചിന്തിക്കുന്നുള്ളൂ. നമ്മൾ പെട്ടെന്ന് എല്ലാം റെഡി ആയിക്കൊണ്ടിരിക്കുക അല്ലേ. കിഡിലൊരു വൈനുണ്ട്, വൈൻ അവിടെ അളിയൻ്റെ അമ്മമ്മ ഇട്ടതാണ്. ഇത് അതിനകത്താക്കി വെച്ചേക്കുന്നത്. ജേഡിയിലെ ബോട്ടിലാണ്, നോക്കണ്ട, ജേഡി അല്ല, വൈനാണ്, നല്ല പ്യുവർ വൈന്. കാണിച്ചു തരാം. സൂപ്പർ സാധനം. വൈന് നല്ല മൂത്തൊരു പരിവായിട്ടുണ്ട്. തരാം. മുന്തിരി വൈനാട്ടോ, മുന്തിരി വൈൻ. അതിന് പ്യുവറായിട്ടുള്ള സാധനം. ഇത് കണ്ടോ, ഏതാ മനസ്സാണ്. സൂപ്പർ സാധനം. നോക്കിയ ഗ്ലാസ് വരെ ചില്ലായിപ്പോയി. സൂപ്പർ. എങ്ങനെയുണ്ടോ സാധനം? എങ്ങനെയുണ്ട്? വേറെ ലെവല് സാധനം, വേറെ ലെവല്. മുന്തിരിക്കല്ലിന് ചായ എന്നാ ടേസ്റ്റ്. വെറൈറ്റി സാധനം. നല്ല തണുപ്പുണ്ട്, അത്യാവശ്യം ഉണ്ട്. കൂടിയ ടേസ്റ്റ് ഉണ്ട്. സംഭവം ഉഷാറാണ്. വാവ്, കുക്കിങ്ങിന് ഇടയ്ക്കുള്ള ഗലാട്ട പരിപാടികളാണ് അതൊക്കെ. നോക്കാം, റെഡിയാക്കാം. ആദ്യം വിചാരിച്ച് പൊറോട്ട ഉണ്ടാക്കാമെന്ന്. അപ്പോൾ പിന്നെ വിചാരിച്ചു രാത്രിയല്ലേ കുറച്ച് ഹെൽത്തി ആക്കാം. എന്ന് വെച്ചാൽ ജിമ്മിലൊക്കെ പോയി വർക്കൗട്ടൊക്കെ ചെയ്യുന്നുണ്ട്, എന്നിട്ട് അൺഹെൽത്തി ആയിട്ടുള്ള കഴിക്കേണ്ടതെന്ന് വിചാരിച്ചിട്ട് കുറച്ച് ചോറുണ്ട്. അപ്പോൾ ഒരു വളരെ കുറച്ച് ക്വാണ്ടിറ്റി കഴിക്കാം, അപ്പോൾ പ്രശ്നമില്ലല്ലോ. നോക്കാം. ഇത് റെഡി ആയി തുടങ്ങിയിട്ടുണ്ട്, നല്ല കുറുകുറുന്നായി വരുന്നുണ്ട് കേട്ടോ. നോക്കാം, ബാക്കി നോക്കാം. ഇനിയിപ്പോൾ പൊറോട്ട ചൂടാക്കി റെഡിയാക്കണം, ചോറ് റെഡിയാക്കണം. ചോറ് റെഡിയാക്കി ഉണ്ട്, ചൂടാക്കിയാൽ മതി. ഇതാണ് കൊറിയർ വന്ന ഐറ്റം, ബീൻ ബാഗ്. ഇതെനിക്കൊരാൾ ഗിഫ്റ്റ് തന്നു കേട്ടോ. എൻ്റെ ഏറ്റവും ഫേവറേറ്റ് ഐറ്റം ആയിരുന്നത്. അയ്യോ, ഇതിനു വേണ്ടി കുറേ ഞാൻ നോക്കിയിട്ടുണ്ട്, വാങ്ങാൻ വേണ്ടി ഒരുപാട് ശ്രമിച്ചിട്ടുണ്ട്. ആ സമയത്തൊന്നും വാങ്ങാൻ പറ്റിയിട്ടില്ല. വാങ്ങുമ്പോൾ ലോക്കൽ വാങ്ങണ്ടല്ലോ എന്ന് വെച്ചിട്ടാണ് അങ്ങനെ ഇരുന്നതിന്. പക്ഷെ ഇത് കറക്റ്റ് മനസ്സിലാക്കിയ ഒരാളിന് തന്ന്. അയ്യോ, ഭയങ്കര സന്തോഷം, നമ്മൾ ഭയങ്കര സന്തോഷം. വിഷ്ണുവിന് പൊറോട്ട മതി എന്ന് പറഞ്ഞു. അതുകൊണ്ടെന്നാൽ പിന്നെ ഉള്ള പൊറോട്ട എങ്കിൽ ചൂടാക്കിയേക്കെന്ന് വിചാരിച്ചു. റെഡിമെയ്ഡ് പൊറോട്ട കേട്ടോ. അങ്ങനെ ഫുഡ് അടിക്കലാണ് പരിപാടി. ചിക്കൻ കറിയൊക്കെ അടിപൊളിയായിട്ട്, പീസൊക്കെ നന്നാക്കി വെന്തിട്ടുണ്ട്. അടിപൊളി. ചോറിൻ്റെ കൂടി എടുക്കുന്നു.